ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഏപ്രിൽ 2, 2025 കണ്ടക്ട് ചെയ്ത യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാം CBSE സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കും വേണ്ടി കണ്ടക്ട് ചെയ്ത എക്സാമിൽ ഫിസിക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറണ്ട് ഇൻ ദ അഡ്ജോയിനിങ് സർക്യൂട്ട് വിൽ ബി. സർക്യൂട്ടിലുള്ള കറണ്ട് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് ആണ്. അത് രണ്ടും സീരീസ് ആകുമ്പോൾ 30 സീരീസ് വന്നാൽ അത് എത്രയാവും? 60 ആകും. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ ഞാൻ മാറ്റി വരക്കാൻ പോകണം. ഇത് 60 ഓം റെസിസ്റ്റൻസ്, അതിന് പാരലൽ ആയിട്ട് ഒരു 30 ഓം റെസിസ്റ്റൻസ്. അപ്പൊ ഇത് 30 ഓം. അതിന്റെ അക്രോസിലാണ് 2 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുള്ളത്. ഇത് 2 വോൾട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 60യും 30യും പാരലൽ ആണ്. അപ്പൊ അവരുടെ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ R effective is equal to 30 into 60 divided by 30 plus 60. 30 90 3 times 60 by 3, 20 ohm. So the current in the circuit I is equal to 2 volt by 20 ohm. This is equal to 1 by 10 ampere. Option C is the right answer. Question number 2, the equivalent resistance of the arrangement of resistances shown in adjoining circuit between the points A and B. Effective resistance between these 2 points A and B ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഈ ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഈ രണ്ട് 16 ഓമുകളും പാരലലാണ്. അപ്പൊ അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? നോക്ക്, ഈ സംഭവം നിങ്ങൾക്കറിയാം. N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്ത് വെച്ചാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് N ടൈംസ് R ആണ്. പാരലൽ ആയി കണക്ട് ചെയ്ത് വെച്ചാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R/N. ഒരു ഷോർട്ട് കട്ടാണ്. അപ്പൊ ഇവിടെ രണ്ട് 16 ഓമുകൾ പാരലൽ ആയി നിൽക്കുന്നു. അപ്പൊ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇതിന്റെ എത്ര വരിക? അതിന്റെ രണ്ടിന്റെ ഇഫക്റ്റീവ് 16/2. R/N എന്ന് പറഞ്ഞാൽ 16/2, അത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 8ഉം അതിന് പാരലായിട്ട് ഒരു 8ഉം വരുമ്പോ അവിടെ 8/2 വരും. 8/2 പറഞ്ഞാൽ 4 ഓമാ. അപ്പൊ ഇത് A എന്ന പോയിന്റ്, മുകളിൽ 4 ഓം ഉണ്ട്, അതിന് സീരീസ് ആയിട്ട് 20 ഓം ഉണ്ട്. റെഡി? ഇനി താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 9ഉം 18ഉം പാരലലാ. 9ഉം 18ഉം പാരലൽ ആകുമ്പോൾ ഇഫക്റ്റീവ് 9 into 18 by 9 plus 18 തന്നെ 27. 9 27 3 times this is 6 ഓം. അപ്പൊ ഇവിടെ ഒരു 6 ഓം ഉണ്ട്, പിന്നെ ഒരു 6 ഓം വീണ്ടും വരുന്നു. ഇതാണ് B എന്ന പോയിന്റ്. അപ്പൊ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കി അവിടെ കാണാൻ സാധിക്കും 20ഉം 4ഉം സീരീസാ. അപ്പൊ അത് 24. അപ്പൊ ഈ 24 ഇതിന്റെ രണ്ടിന്റെ കൂടെ 24, ഇത് രണ്ടും കൂടെ എത്ര വരിക? 12. അപ്പൊ ഇവിടെ R ഇഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? അത് R1 R2 by R1 plus R2 എന്ന റിലേഷൻ യൂസ് ചെയ്താൽ R1 24 into 12 divided by 24 plus 12 36. 12 36 into 3 times 24 by 3, 8 ohm. So option B is the right answer. Question number 3. In the given circuit, the value of resistance of resistor R. ഈ R എന്ന റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിന്റെ റെസിസ്റ്റൻസ് ഒരു കാര്യം നമുക്കറിയാം, ഈ റെസിസ്റ്ററും പാരലലാ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അക്രോസുള്ള വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇതിന്റെ അക്രോസിലും ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ഇതിന്റെ അക്രോസുള്ള വോൾട്ടേജ് പറഞ്ഞാൽ അവിടെയുള്ള കറണ്ട്, ഞാൻ അവിടെയുള്ള കറണ്ടിന് ഒരു I1 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതട്ടെ I1 into R ഈസ് ഈക്വൽ ടു ഇതിന്റെ അക്രോസുള്ള വോൾട്ടേജ്, അത് 1 into 6 ആണ്. നമുക്ക് R വേണം. R ഈസ് ഈക്വൽ ടു 6 divided by I1 ആണ്. അപ്പൊ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ I1 കിട്ടണം. ആ I1 എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ആണ്. നോക്ക്, ഈ വരുന്ന 2 ആംപിയർ ആണ് സ്പ്ലിറ്റ് ചെയ്ത് I1 ആയിട്ടും ഇങ്ങോട്ടൊരു 1 ആംപിയർ ആയിട്ടും ഇങ്ങോട്ട് നമുക്കറിയാത്ത ഏതൊരു I2 ആയിട്ടും പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോയത് I2. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ I2 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് I1 കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയെന്നല്ലേ നോക്കുക. ഇതിന്റെ അക്രോസുള്ള വോൾട്ടേജും ഇതിന്റെ അക്രോസുള്ള വോൾട്ടേജും സെയിം ആണല്ലോ. ഞാൻ I2 കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പൊ ഈ 12 ഓമിന്റെ അക്രോസിലും 6 ഓമിന്റെ അക്രോസിലും ഉള്ള വോൾട്ടേജ് സെയിമാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു 12 ഓമിന്റെ അക്രോസുള്ള വോൾട്ടേജ് 12 into I2.
This is equal to 6 ohm into across the voltage 6 into 1. So I2 is equal to, this is 1 by 2 ampere. 6 by 12, 1 by 2. ഇനി ഞാൻ പറയുന്നു 2 ആംപിയർ എന്ന കറണ്ട് എന്ന് പറയുന്നത് I1 പ്ലസ് 1 ആംപിയർ പ്ലസ് I2വിന് ഈക്വലാ. അഥവാ this is equal to I1 plus 1 ampere plus I2 എത്ര 1 by 2 ആണ് 2. ഇത് സോൾവ് ചെയ്താൽ എനിക്ക് I1 കിട്ടുമ്പോൾ 2 minus 1 by 2 3 by 2 minus 1 1 by 2 ആംപിയർ. അപ്പൊ I1 കിട്ടി 1 by 2 ആംപിയർ. ഇനി എനിക്ക് ഇതിന് ആൻസർ കിട്ടും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. R is equal to 6 by I1 6 by 1 by 2. This is 12 ohm. Option C, question number 3, option C is the right answer. Question number 4. Two cities are 100 kilometers apart. Electric power is sent from one city to another city through copper wires. The fall of potential per kilometer is 10 volt and the average resistance per kilometer is 0.5 ohm. The power loss in the wire is. നോക്കുക, 100 കിലോമീറ്റർ അകലത്തിലുള്ള രണ്ട് സിറ്റികൾ, അതിലൊരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലോട്ട് വയർ പോകുന്നുണ്ട്. ഇതാണ് ഒരു സിറ്റി എന്ന് വിചാരിച്ചോളൂ. ഈ സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലോട്ട് വയർ പോകുന്നുണ്ട്. ആ വയറിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, പവർ ലോസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ആ വയറിന്റെ ഓരോ കിലോമീറ്ററിലും 0.5 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എഴുതട്ടെ, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിൽ 0.5 ഓം, മൊത്തം എത്ര കിലോമീറ്റർ? 100 കിലോമീറ്റർ. അപ്പൊ 100 കിലോമീറ്ററിൽ 0.5 into 100, ദിസ് ഇസ് ഈക്വൽ ടു 50 ഓം. ഇതാണ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് വയർ. ഇനി വേണ്ട എന്താ, ഓരോ കിലോമീറ്ററിലും 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ V is equal to 10 വോൾട്ട്. 10 വോൾട്ട് ആണ് ഒരു കിലോമീറ്ററിൽ. അപ്പോൾ 100 കിലോമീറ്റർ ഉണ്ടാകുമ്പോൾ 1000 വോൾട്ട് ആണ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. പവർ കാണണം. പവർ എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറഞ്ഞാൽ 10⁻³ വോൾട്ട്. പവർ എന്ന് പറഞ്ഞാൽ V square by R. V square എന്താ? 10⁻³ ന്റെ സ്ക്വയർ 10⁻6 ബൈ റെസിസ്റ്റൻസ് എത്ര? 50. ഇത് ഞാൻ മാറ്റിയതിന് 100 into 10⁻⁴ divided by 50. ഇത് 2. So power is equal to 2 into 10⁻⁴, 20 into 10⁻³ watt, or this may be written as 20 kilowatt. So option B is the right answer. Question number 5. If the magnification produced by a mirror is -1, what does it signify? Magnification എന്താണ്? HI divided by HO. ഇത് -1 എന്ന് പറഞ്ഞാൽ HI is equal to -HO. അപ്പൊ ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ഇമേജ് റിയൽ ആയിരിക്കും, മിറർ ആണ്. സംശയമില്ലല്ലോ. ഓപ്ഷൻ C is the right answer. Question number 6. A rectangular loop carrying a current I is situated near a long straight wire such that the wire is parallel to one of the sides of the loop and the plane of the loop is same of the left wire. If a steady current I is established in the wire as shown in the figure, the loop will. ഈ ലൂപ്പിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. നോക്കുക, ഈ വയറിൽ കറണ്ട് മുകളിലോട്ടാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് ഇങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഭാഗത്തൊക്കെ ഇൻവേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി രണ്ടാമത്തെ കാര്യം, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് കുറയും. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് B വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. റെഡി? ഇനി നമ്മൾ നോക്കേണ്ട അടുത്ത കാര്യം, ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ ലൂപ്പ് ഇരിക്കുന്നത്. ആ ലൂപ്പിൽ ഇങ്ങനെ കറണ്ട് ഉണ്ട്. ആ കറണ്ട് കാരണം ഇതിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് I കറണ്ട് L ലെങ്ത് ഉള്ള കണ്ടക്ടറിൽ B ഇന്റൻസിറ്റി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ആ ഫോഴ്സ് ILB എന്നാ വരിക. അപ്പൊ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? ഫോഴ്സിന്റെ ഡയറക്ഷൻ എടുക്കാൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാൻ സാധിക്കും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ദാ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ ഇവിടുന്ന് കാണിക്കുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് 4 finger should be in the direction of magnetic field. Middle finger is in the direction of current. Then thumb will give the direction of force. 4 finger സ്ക്രീനകത്തോട്ട്, കറണ്ട് മുകളിലോട്ട്, ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നിങ്ങൾക്ക് ഫോഴ്സ് കിട്ടുക. ചെയ്ത് നോക്കിയാൽ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അതേപോലെ ഇവിടെ കറണ്ട് താഴോട്ടാണ്, അവിടെ നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക.
ഇനി ഇതേപോലെ ഈ ഭാഗത്താണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുക ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ടാണ് കിട്ടുക, ഇതാ അതേപോലെ ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഈ ഭാഗത്ത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ ഇവിടുന്ന് ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഇവിടുന്ന് ഫോഴ്സ് ഇങ്ങോട്ടാണ്. മനസ്സിലാക്കേണ്ടത് ഈ പോർഷനിലുള്ള ഫോഴ്സും ഈ പോർഷനിലുള്ള ഫോഴ്സും ഈ രണ്ട് ഹൊറിസോണ്ടൽ പോർഷൻസിലുള്ള ഫോഴ്സുകൾ പരസ്പരം ക്യാൻസൽ ആയി പോകും. ആ ഫോഴ്സുകളെല്ലാം ക്യാൻസൽ ആയി പോകും. എന്നാൽ ഈ ഫോഴ്സും നോക്കുമ്പോൾ ഇവിടെ സ്ട്രോങ്ങർ ഫീൽഡാണ്, ഇവിടുത്തെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഈ ഭാഗത്ത് ഫോഴ്സ് കൂടുതലാ, ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് ഈ ഫോഴ്സ് കുറവാ, ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ട്. അപ്പൊ ഇങ്ങോട്ട് വലിയ ഫോഴ്സും ഇങ്ങോട്ടൊരു ചെറിയ ഫോഴ്സും ആകുമ്പോൾ ദ നെറ്റ് ഫോഴ്സ് വിൽ ബി ടുവേർഡ്സ്, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ മൂവ് ടുവേർഡ്സ് ദ വയർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Next question number 7. A convex lens has a focal length of 20 centimeter. What is the correct power of the lens? എന്താണ് പവർ? പവർ എന്ന് പറഞ്ഞാൽ 1 by focal length. This is equal to 1 by 20 centimeter എന്ന് പറയുമ്പോൾ 0.2 meter ആണ്. This is 5. പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് 5 diopter. കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ പവർ പോസിറ്റീവ് ആയിട്ടാ പറയാ, അല്ലേ? ഡൗട്ട് ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക് ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. Question number 9. Which color deviates the most due to dispersion? ഡിസ്പേർഷന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകുന്നത് വയലറ്റിനാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രിസത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണുന്നത് വയലറ്റും ഏറ്റവും മുകളിൽ കാണുന്നത് റെഡ് കളറുമാണ്, അല്ലെ? എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റിനാണ്, ലീസ്റ്റ് ഡീവിയേഷൻ സംഭവിക്കുന്നത് റെഡിനാണ്. Another question number 10. A convex mirror forms an image that is half the size of the object. എന്നുവെച്ചാൽ മാഗ്നിഫിക്കേഷൻ HI divided by HO is equal to half. If the focal length of the mirror is 20 centimeter, what is the distance of the object? നോക്കുക, ഫോക്കൽ ലെങ്ത് നമ്മൾ തന്നിട്ടുണ്ട് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം -v/u എന്ന് പറയും, അതാണ് 1/2. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും v is equal to -u divided by 2, and we have the mirror formula 1/f is equal to 1/u plus 1/v. This is equal to 1/u plus 1/v. vക്ക് -u/2 കൊടുത്താൽ -2/u. This is equal to -1/u. So ഇതിൽ നിന്ന് ക്ലിയർ ആണ്, u is equal to -f -20 centimeter. u is equal to -20 centimeter. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്, അത് 20 centimeter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് കളർ സീൻ അറ്റ് ദ അപ്പർ എഡ്ജ് ഓഫ് ദ റെയിൻബോ? അത് റെഡ് ആണ്. അപ്പർ എഡ്ജിൽ, റെയിൻബോന്റെ അപ്പർ എഡ്ജിൽ കാണുന്ന കളർ ഏതാണ്? റെഡ് ആണ്. റെഡി. ക്വസ്റ്റ്യൻ നമ്പർ 12. An object is placed at distance 3f from a concave mirror of focal length f. The image formed is. നോക്കുക, 3f എന്ന് പറയുമ്പോൾ 2fന്റെ അപ്പുറത്താണ്. 2fന്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇമേജ് വിർച്വൽ, തെറ്റാണ്, റിയൽ ആയിരിക്കും. എൻലാർജ്ഡ് അല്ല, ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് അല്ല, ഇൻവേർട്ടഡ് ആയിരിക്കും. സോ 12th question ആൻസർ ഓപ്ഷൻ സി. Question number 13. The far point of a myopic person is 80 centimeter in front of the eye. ഒരു മയോപിക് പേഴ്സന്റെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത്, അഥവാ ഒരു മയോപിക് പേഴ്സണെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും 80 സെന്റിമീറ്റർ അകലം വരെയുള്ള ഒബ്ജക്റ്റുകളെയാണ്. വാട്ട് ഈസ് ദ നേച്ചർ ആൻഡ് പവർ ഓഫ് ദ ലെൻസ് റിക്വയർഡ് ടു കറക്റ്റ് ദ പ്രോബ്ലം? ലെൻസ് കോൺകേവ് ആയിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പവർ എത്രയാന്നുള്ളതിന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരു കോൺകേവ് ലെൻസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുക. എങ്ങനെയാ കോൺകേവ് ലെൻസിന്റെ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നോക്കുക, ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ആ ഇൻഫിനിറ്റിയുള്ള ഒബ്ജക്റ്റിന് അയാൾക്ക് എവിടെ കിട്ടണം? 80 സെന്റിമീറ്ററിൽ കിട്ടണം. അപ്പൊ ഇൻഫിനിറ്റിയുള്ള ഒബ്ജക്റ്റിന്റെ ഒരു ഇമേജ് 80 സെന്റിമീറ്ററിൽ ഈ കോൺകേവ് ലെൻസ് ഫോം ചെയ്യണം. അപ്പൊ ഞാൻ എഴുതട്ടെ, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെക്കുന്നു, image is to be formed at 80 centimeter. അപ്പൊ -80 centimeter. ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? 1/f is equal to 1/u plus 1/v. 1/u എന്ന് പറഞ്ഞാൽ 1/infinity.
മൈനസ് 1/80 സെന്റ് എന്ന് പറയുമ്പോൾ 0.8 നമുക്ക് 1/∞, എനിത്തിങ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി എന്താ 0 ആണ്. സോ ദിസ് ഇസ് 10/8, അത് 1.25 1/f ആണ് പവർ. സോ ഈ പവർ എന്ന് പറഞ്ഞാൽ 1/f ആണ്. സോ power is equal to minus 1.25 diopter. Option A, 13th question, option A is the right answer. Question number 14. If the length of a conductor is doubled, ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് 2L ആക്കി, and its cross sectional area is halved, area of cross section A/2 ആക്കി, സെയിം മെറ്റീരിയൽ ആണ്, അപ്പൊ അതിന്റെ റെസിസ്റ്റിവിറ്റിയിൽ മാറ്റല്ല. By what factor does its resistance change? റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? എന്താ റെസിസ്റ്റൻസ്? റോ എൽ ബൈ എ. റോ എന്താണ്? റോ റെസിസ്റ്റിവിറ്റി. സോ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു റോ ഡാഷ് റോ തന്നെയാണ്. എൽ ഡാഷ് എന്താ? റോ ഡാഷ് എൽ ഡാഷ് ബൈ എ ഡാഷ് എന്ന് വരും. റോ ഡാഷ് എന്താ? റോ. എൽ ഡാഷ് എന്താ? എൽ ബൈ 2L അല്ലേ, 2L divided by a dash and the A/2. So this is 4 times of rho L divided by A. R dash is equal to 4 times of rho L by A. This is equal to 4 times of R. So it becomes 4 times greater. 14th question, option C is the right answer. Question number 15. A light ray enters from air into a medium at an angle of 45 degree. 45 ഡിഗ്രിയിൽ ഒരു ലൈറ്റ് റേ എൻ്റർ ചെയ്യാണ്. നോക്കുക, ഇതാണ് ആ ലൈറ്റ് റേ എൻ്റർ ചെയ്തത് നോർമൽ. എത്ര ആംഗിളിലാണ് എൻ്റർ ചെയ്യുന്നത്? 45 ഡിഗ്രിയിൽ. അപ്പോൾ 45 ഡിഗ്രിയിൽ ഇൻസിഡന്റ് ലൈറ്റ് വന്ന് പതിക്കുന്നു. എന്നിട്ട് അതിനെന്ത് സംഭവിക്കുന്നു? ഏത് മീഡിയത്തിലോട്ടാണ്? 1.41 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്ന ഒരു മീഡിയത്തിലോട്ടാണ്. അപ്പൊ അതിന് എന്ത് സംഭവിക്കും? യെസ്, അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചാൽ റിഫ്രാക്റ്റഡ് ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം സ്നെൽസ് ലോ അനുസരിച്ചിട്ട് സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറയുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 6 കാണണം. അപ്പോൾ സൈൻ ആർ ഈസ് ഈക്വൽ ടു സൈൻ ഐ ഡിവൈഡഡ് ബൈ എൻ. സൈൻ ഐ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് 45 ഡിഗ്രി ബൈ 1.41. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2. 1.41 എനിക്ക് √2 എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് 1/2 അല്ലെ. 1.41 എന്ന് പറഞ്ഞാൽ എന്താ? √2 ആണ്. സോ സൈൻ ഓഫ് ആൻ ആംഗിൾ ഈസ് 1/2. So the angle അഥവാ angle of refraction will be 30 degree. Clear ആണ് എന്ന് വിചാരിക്കുന്നു. Option A is the right answer. Question number 16. The fuse wire should have a low melting point. അല്ലെ, പെട്ടെന്ന് അത് ബ്രേക്ക് ആവാൻ കഴിയണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ, കൂടുതൽ കറണ്ട് വരുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് പെട്ടെന്ന് ബ്രേക്ക് ആവണം. അതിന് സർക്യൂട്ട് ബ്രേക്കർ ആയിട്ടാണ് ഫ്യൂസ് വയേഴ്സ് ഉപയോഗിക്കുക. സോ ഇറ്റ് ഷുഡ് ഹാവ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, very low means low melting point. Question number 17. In the given figure, magnetic field is applied into the plane of paper. The path of 3 particles P, Q, R are represented as follows. The charges on the particle P, Q and R will respectively be. നമുക്കൊരു കാര്യം അറിയാം. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈ സ്ക്രീനകത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു പോസിറ്റീവ് ചാർജിനെയാണ് നിങ്ങൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ പ്രൊജക്ട് ചെയ്യുന്നത് മുകളിലോട്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചിട്ട് അതിനെങ്ങോട്ടാ ഫോഴ്സ് കിട്ടുക? അതിനിങ്ങോട്ടാ ഫോഴ്സ് കിട്ടുക. ഇങ്ങോട്ട് ഫോഴ്സ് കിട്ടും. ഇതിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ പാത്ത് ഇവിടുന്ന് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും. സോ പോസിറ്റീവ് ചാർജിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡീവിയേഷൻ ഉണ്ടാവുക. അതേസമയം അതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, നെഗറ്റീവ് ചാർജ് ആണ് സംഭവിക്കല്, അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡീവിയേഷൻ. ഇതേപോലെ നെഗറ്റീവ് ചാർജ് നിങ്ങൾ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു ഈ വെലോസിറ്റിയിൽ. ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന് ഡീവിയേഷൻ കിട്ടുന്ന ഫോഴ്സ് കിട്ടുന്നത് ഇവിടുന്ന് ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് കിട്ടുക. അപ്പൊ അതിന്റെ പാത്ത് എങ്ങോട്ടാ ഡീവിയേറ്റ് ചെയ്യുക? പാത്ത് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യും.
അല്ലേ? പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഡീവിയേഷൻ ഇങ്ങോട്ട്, നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഡീവിയേഷൻ ഇങ്ങോട്ട്. എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. പി ആണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അപ്പോൾ പി പോസിറ്റീവ്, ആർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അപ്പോൾ ആർ നെഗറ്റീവ്. ഇവന് ചാർജ് ഇല്ല, കാരണം അവന് ഡീവിയേഷൻ ഇല്ല. ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മുകളിലാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. സോ 17th ക്വസ്റ്റ്യൻ, പി എന്നത് പോസിറ്റീവ് ആണ്, ക്യൂ ന്യൂട്രൽ ആണ്, ആർ നെഗറ്റീവ് ആണ്. 17th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Question number 18. Two resistors are connected. A series ആണ്, B parallel ആണ്. Equivalent resistance of the two cases are 9 and 2. സീരീസ് ആകുമ്പോൾ R1 plus R2 അത് എത്രയാണ്? 9 ആണ്. പാരലൽ ആകുമ്പോൾ R1 R2 divided by R1 plus R2 അത് എത്രയാണ്? 2 ആണ്. റെസിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചത്. ഇതിനെ ഞാൻ മാറ്റുകയാണ്. R1 R2 is equal to 2 into R1 plus R2. ഈ R1 plus R2 എത്ര? 9 ആണ്. സോ ദിസ് ഈസ് 18. അപ്പോൾ ആഡ് ചെയ്താൽ 9 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടണം. മനസ്സിലായോ? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 9, മൾട്ടിപ്ലൈ ചെയ്താൽ 18. അത് 3 into 6ഉം 3 into 6ഉം 3 plus 6ഉം അല്ലേ വരിക? 3 into 6ഉം 3 plus 6ഉം 3 plus 6 9, 3 into 6 18. Option B is the right answer. Question number 18, option B. Next question, number 19. An electron enters a magnetic field at right angles to it as shown in figure. Direction of force acting on the electron will be. നോക്ക്, ഇലക്ട്രോണ് താഴോട്ട്, ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെ ഇലക്ട്രോൺ മൂവ് ചെയ്യുക? നേരത്തെ ഞാൻ പറഞ്ഞു, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, വെലോസിറ്റി താഴോട്ട്, ഇതിന് അകത്തോട്ടായിരിക്കും. ദ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കുക ഫോഴ്സിന്റെ, ഫീൽഡിന്റെ ഡയറക്ഷൻ, വെലോസിറ്റിന്റെ ഡയറക്ഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ. 4 ഫിംഗർ നിങ്ങൾ ഫീൽഡിന്റെ ഡയറക്ഷനിൽ വെക്ക്, സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾ വെക്ക്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന വ്യത്യാസം വരും, അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. 4 ഫിംഗർ സ്ക്രീനിൽ, 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ വെക്കുക. മിഡിൽ ഫിംഗർ വെലോസിറ്റിന്റെ ഡയറക്ഷനിൽ വെക്കുക, വെലോസിറ്റി താഴോട്ടാ. ഇപ്പൊ തമ്പ് നിൽക്കുന്ന ഡയറക്ഷൻ മുകളിലോട്ടാ. അതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. പക്ഷേ അത് ഫോഴ്സിന്റെ ഡയറക്ഷനായി വരുന്നത് ഒരു പോസിറ്റീവ് ചാർജിന്റെ കേസിലാണ്. ഇവിടെ ഉള്ളത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഫോഴ്സ് അത് പോസിറ്റീവ് ചാർജിന് കിട്ടുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എങ്ങനെ? നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിന് കിട്ടുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇപ്പൊ നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് അപ്വേർഡ് എന്ന, സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് എന്ന, ഔട്ട് ഓഫ് ദ പേജ് എന്ന കിട്ടിയിട്ടുണ്ടാവുക, ഔട്ട് ഓഫ് ദ സ്ക്രീൻ. അത് പോസിറ്റീവ് ചാർജിനാണ്. ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് എങ്ങോട്ടായിരിക്കും? അത് ഇൻ ടു ദ പേജ് ആയിരിക്കും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 20, the last question. Light with a wavelength of 600 Newton travels through air and then enters a medium. അപ്പോൾ wavelength of light എത്രയാണ്? എയറിൽ 600 നാനോമീറ്റർ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് വേറൊരു മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്നു. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? അത് 1.5 ആണ്. വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദിസ് മീഡിയം? ആ മീഡിയത്തിലെ വേവ് ലെങ്ത് എന്താന്നുള്ളതാണ് ചോദ്യം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് c ഡിവൈഡഡ് ബൈ v ആണ്. c എന്ന് പറഞ്ഞാൽ എന്താ? എയറിലുള്ള സ്പീഡ്. v എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയത്തിലെ സ്പീഡ്. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് c is equal to f lambda. f lambda ഇവിടെ എനിക്ക് എഴുതാൻ പറ്റും f lambda dash. കാരണം സി എന്ന് പറയുന്നത് എഫ് ലാംഡ, വി എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിലുള്ള സ്പീഡാണ്. ആ മീഡിയത്തിലെ സ്പീഡ് പറഞ്ഞാൽ ആ മീഡിയത്തിലെ ഫ്രീക്വൻസി, മീഡിയത്തിലെ വേവ് ലെങ്ത്. എന്താ ഫ്രീക്വൻസി എഫ് 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 ഡാഷ് എഫ് എടുക്കാത്ത എന്താ? കാരണം മീഡിയം മാറിയാലും എന്ത് മാറൂല? ഫ്രീക്വൻസി മാറൂല. ഒരു ലൈറ്റ് എയറിലൂടെ പാസ് ചെയ്യുമ്പോഴും അത് പിന്നീട് ഗ്ലാസ്സിലോട്ട് കടന്നാലും പിന്നീട് വെള്ളത്തിലോട്ട് കടന്നാലും വേറെ ഏത് മീഡിയത്തിലോട്ട് കടന്നാലും അതിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യില്ല. സ്പീഡ് മാറും, വേവ് ലെങ്ത് മാറും, ബട്ട് ദ ക്വാണ്ടിറ്റി വിച്ച് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇസ്
ചെയ്തത് ചേഞ്ച് ഇൻ മീഡിയം ഈസ് ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാവൂല. അപ്പൊ ആ എഫ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n is equal to lambda by lambda dash. എന്താ lambda dash? lambda by n. എത്ര ലാംഡ? 600 നാനോമീറ്റർ. എത്ര n? 1.5 6ൽ 4 times. So this is 400 nanometer. So option A is the right answer for question number 20. That's all. Thank you.